ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നവ്യ അനാമികയോട് പറയുന്നുണ്ടോ, നീ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ അനിയത്തി പരിശുദ്ധ കളിച്ച് നടക്കുകയാണെന്ന്? അങ്ങനെ ഒരു വാക്ക് അവളുടെ നേരെ നീയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് ശരിക്കും അവൾക്ക് അർഹതപ്പെട്ട പേര് തന്നെയാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരും. നിൻ്റെ അനിയത്തി വെറും കള്ളിയാടി, അവൾ എല്ലാവരെയും സൂപ്പിച്ച് ഓരോന്നും സമ്പാദിക്കാൻ നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അനാമിക നവ്യ അങ്ങ് ദേഷ്യപ്പെടുപ്പിക്കും. അപ്പം ദേഷ്യം വന്ന നവ്യ പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ അനിയത്തിയെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റുമെന്ന്. നീ എന്നെ അടിക്കുകൂടി എന്ന് ചോദിച്ച് അനാമിക കയറി അങ്ങ് ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേന് നവ്യ സൂക്ഷിച്ച് നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, നീ പോയി തരത്തിൽ കളിക്കടിയെന്ന്. അതും കൂടെ കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് നവ്യയുടെ മുമ്പിൽ തോറ്റുപോയതിൻ്റെ ദേഷ്യം ശരിക്കും വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേണുവും രേവതിയും കൂടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ രേവതി പറയും, ആ കിളവൻ എന്തിൻ്റെ കുഴപ്പമായിരുന്നു, എന്തിനാ 100-150 പവൻ കൊണ്ട് ആ നയനയ്ക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേന് വേണു പറയുന്നുണ്ട്, ഞാനും ഓർക്കാറുണ്ട് അയാൾക്ക് എന്നെ വല്ല വട്ടുമുണ്ടോ. അതെങ്ങനെയാണ്, ആ വീട്ടിൽ അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. നമുക്കാണെങ്കിലും അങ്ങനെ കയറി ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് സാരമില്ല, അവരുടെ മക്കൾക്കല്ലേ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലാത്തുള്ളൂ. പക്ഷെ കയറി ചെന്ന പെൺപിള്ളേർക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാമല്ലോ എന്ന് രേവതി പറയും. അതൊന്നും ആ വീട്ടിൽ നടക്കത്തില്ല. പിന്നെ ആ കിളവൻ ചത്താൽ മാത്രമേ നമുക്ക് വല്ലതുമൊക്കെ കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണ്, നിൻ്റെ മകളാണെങ്കിൽ വെറും ഒരു പൊട്ടിയാണ്. അവളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അനിയെ ഒന്ന് സ്നേഹിച്ച് നിൽക്കാനായിട്ട്, പക്ഷേ അവൾ അതിന് മെനക്കെടുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെങ്ങനെ അവൾ അവനെ സ്നേഹിക്കും, അവൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും നന്ദുവാണെന്ന് പറയും. ഇനി എന്തായാലും ആ വീട്ടിലെ ആണുങ്ങളെയെല്ലാം തമ്മിൽ അടുപ്പിച്ചാൽ മാത്രമേ ആ വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ആ കിളവൻ ചത്തുപോയാൽ തന്നെ ആ സ്വത്ത് മുഴുവൻ ആദർശിലേക്കാണ് വന്നു ചേരുന്നത്. ആദർശും അവൻ്റെ അപ്പനും അവൻ്റെ അച്ഛൻ്റെ അനിയനും എല്ലാം ഒറ്റക്കെട്ടല്ലായിരുന്നോ, അതുകൊണ്ട് നമുക്ക് അവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കാമെന്ന് വേണു പറയുമ്പോഴത്തേന് രേവതി അത് സമ്മതിക്കുന്നുണ്ട്. കനക ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് പെൺമക്കളുടെ എല്ലാം കുടുംബജീവിതം എങ്ങനെയാകുന്നു, നന്ദുവിൻ്റെ കല്യാണം എപ്പോഴത്തേക്ക് നടക്കും എന്നൊക്കെ തിരക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോഴത്തേന് ജ്യോത്സ്യം കവടിയൊക്കെ നിരത്തി നോക്കിയിട്ട് പറയും, മൂത്ത മോളുടെ ജീവിതം ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകത്തേ ഉള്ളൂ, അതത്ര ശരിയാവുകയില്ല എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ മോളുടെ ജീവിതം അതൊരു കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ പോകും. അവർ ഒരുപാട് കാലം കുട്ടികളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറയും. ശരിക്കും അറിയേണ്ടത് ഇളയ മോളുടെ കാര്യമായിരുന്നല്ലേ, അത് നോക്കാമെന്ന് പറഞ്ഞ് കവടിയൊക്കെ നിരത്തി ജ്യോത്സ്യം നോക്കിയിട്ട് പറയും, ആ പെൺകുട്ടി ആരെയും സ്നേഹിച്ചിരുന്നോ എന്ന്. ഉടനെ കനകയൊന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് പറയും, ഇല്ല എന്ന് പറയും. ആ കുട്ടിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ജ്യോത്സ്യം ചോദിക്കും, ശരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് പറയുന്നുണ്ട്, ഒരു പയ്യനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയും. എന്തായാലും ആ പയ്യൻ മാത്രമേ ഈ കുട്ടിയെ വിവാഹം കഴിക്കൂ എന്ന പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നെന്ന് പറയും. അപ്പോൾ കനക പറയും, അതെന്തായാലും നടക്കില്ല ജ്യോത്സ്യരെ, ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയും. അപ്പം ജ്യോത്സ്യർ ഒന്നുകൂടെ കവടിയൊക്കെ നോക്കും. എന്നിട്ട് പറയും, ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ പോലും ഈ പെൺകുട്ടി മനസ്സിൽ വിചാരിച്ചിരുന്ന ആ പയ്യനുമായിട്ട് മാത്രമേ ഈ കുട്ടിയുടെ കല്യാണം നടക്കത്തുള്ളൂ. എത്രയൊക്കെ പോയെന്ന് പറഞ്ഞാലും 1 വർഷത്തിനകം ഇവരുടെ കല്യാണം നടക്കുക തന്നെ ചെയ്യും, അതിനുള്ള വഴി ഉണ്ടാകുകയും ചെയ്യുമെന്ന് ജ്യോത്സ്യം പറയുന്നത് കേൾക്കുമ്പോഴത്തേന് കനയ്ക്കങ്ങ് ശരിക്കും ടെൻഷനാകുന്നുണ്ട്. അതെന്തായാലും നടത്തണ്ട, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കനക ചോദിക്കുമ്പോൾ ജ്യോത്സ്യം പറയും, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവർ തന്നെയാണ് ഒന്നിക്കേണ്ടതെന്ന് പറയുമ്പം കനക ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് സങ്കടത്തോടെ ഇറങ്ങി വീട്ടിലേക്ക് പോരും. കനക വീട്ടിൽ വന്ന ഉടനെ നയനയുടെ റൂമിൽ ചെന്ന് ആ ജ്യോത്സ്യരെ കണ്ടപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നയന പറയും, എന്തായാലും അമ്മേ, ആ ജ്യോത്സ്യർ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല, ഇത് പക്ഷേ നടക്കാൻ പാടില്ലാത്തതാണെന്ന് പറയും. എൻ്റെ മോളെ, ഞാൻ പറഞ്ഞു ആ ജ്യോത്സ്യനോട്, പക്ഷേ ജ്യോത്സ്യൻ തറപ്പിച്ച് തന്നെ പറയുക, അനി മാത്രമേ നന്ദുവിനെ വിവാഹം കഴിക്കൂ എന്നും അവർ തമ്മിൽ ഒന്നിക്കുമെന്നും പറഞ്ഞെന്ന് പറയും. ആ സമയത്താണ് നന്ദു ആ വാതിക്കലേക്ക് വരുന്നത്. നന്ദു ശരിക്കും ഇത് കേൾക്കുന്നുണ്ട്. അനാമിക ആകെ പ്രശ്നക്കാരിയാണെങ്കിൽ പോലും അനാമികയും അനിയും ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ആ വീട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനെതിരായിട്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ അമ്മയെന്നൊക്കെ നയന പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നയന പറയും, നന്ദുവിനെ കാണുമ്പോൾ അനിക്ക് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്, അതുപോലെ തന്നെയാണ് നന്ദുവിൻ്റെ കാര്യവും അവൾക്ക് ഇപ്പോഴും മനസ്സിൽ അനിയോട് ഇഷ്ടമുണ്ടെന്ന് പറയും. നമ്മളാണ് ശരിക്കും തെറ്റുകാർ,
വരെ നമ്മൾ അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്താൽ മതിയായിരുന്നു, എങ്കിൽ നന്ദുവും അനിയും സ്നേഹത്തോടെ കഴിഞ്ഞേനവല്ലോ എന്ന് നയന പറയും. അപ്പം കനക പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് തന്നെ 3 പേരെയും വിടണ്ടെന്ന് നമ്മളല്ലേ തീരുമാനിച്ചത്. അത് തന്നെയല്ല, നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അനിയുടെ അമ്മ നിന്നെ വൈരാഗ്യത്തോടെയല്ലേ പിന്നെ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് ഇവൾ അങ്ങോട്ട് ചെന്നിരുന്നതിലും അവർ അവളെയും സ്നേഹിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി അനാമികയെ എപ്പോഴും വഴക്കാണ്. അവർ തമ്മിൽ ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്നതോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും ആരും കാണാറില്ല. ആ ഒരു ജീവിതം അവന് കിട്ടിയതിന് കാരണം തന്നെ നമ്മളെല്ലാം അല്ലേ എന്നോർത്ത് എനിക്കിപ്പോൾ സങ്കടമുണ്ടെന്നൊക്കെ നയന പറയുന്നത് നന്ദു പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. നയനയും കനകയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് നന്ദുവിൻ്റെ മനസ്സിലേക്ക് അനിയെ ആദ്യമായി കണ്ടതും അനിയുടെ കൈകളിലേക്ക് വീണതും ഒക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കി നിൽക്കുന്ന സമയത്താണ് കനക ഇറങ്ങി വരുന്നത്. ഉടനെ കനകയൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതെല്ലാം കേട്ട് കാണുമോ എന്നാന്ന് തോന്നുന്നു. അപ്പം മോളെപ്പോഴാണ് വന്നേ, ഇവിടെ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അമ്മ, ഇപ്പോഴും ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അപ്പുറത്തെ വീട് വരെ പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അമ്മ പോയിട്ട് ജോത്സ്യൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പം പറയും, നന്ദൂട്ടൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് പറഞ്ഞെന്ന്. അമ്മ അത് ചോദിക്കാനാണോ പോയേ, എനിക്കിപ്പോൾ ഒന്നും കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അങ്ങ് പോകുന്നു. ആദർശ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരുമ്പോഴാണ് അനി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ആദർശ് ചോദിക്കും, നിന്നെ ഞാൻ 3 ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നതല്ലേ, നീ എന്നിട്ട് അങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്ന് ചോദിക്കും. ഞാൻ പോകുന്നുണ്ട് ഏട്ടാ, ഇന്ന് തന്നെ പോയേക്കാന്ന് പറയും. നീ ഇങ്ങനെയൊക്കെ നടന്നാലൊന്നും ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് അനിയെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും നയനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓഫീസിലോട്ടെന്ന് ആദർശ് പറയുമ്പോഴത്തേനും അനി പറയും, എന്നാൽ ഞാനും വരുന്ന ആദർശേട്ടാന്ന്, നീ അങ്ങോട്ട് വരുന്നാൽ ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ലേ, അനാമിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, നീ വരണ്ടെന്ന് പറയും. അവൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ലെന്ന് പറയും. എന്നാൽ നീ വരാൻ പറഞ്ഞ് ആദർശ് അനിയൻ കൊണ്ട് പോകുന്നു. ആദർശും അനിയൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേന് നന്ദുവും ഗോവിന്ദനും സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നന്ദു ഉടനെ പറയും, ആദർശേട്ടൻ വന്നല്ലോ എന്ന്. നന്ദുവിന് അനിയെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ജോത്സ്യൻ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ നന്ദു അറിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹവും സന്തോഷവും ഒക്കെ നന്ദുവിന് അനിയെ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട്. ആദർശും അനിയും കൂടെ കയറി വരുന്ന കാണുമ്പോൾ ഗോവിന്ദന് പക്ഷേ അനിയെ കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അനി പറയും, എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ ആണെങ്കിൽ പോലും വന്ന് എൻ്റെ ഏട്ടത്തിയെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്ന്. മോനെ, അതൊന്നും ഞങ്ങൾക്കിവിടെ കുഴപ്പമില്ല, പക്ഷേ അവിടെ വല്ല പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗോവിന്ദനും പറയും. അപ്പോൾ ആദർശ് പറയും, നന്ദു ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ, എന്തായാലും വിവാഹത്തിനോ സമ്മതിക്കുന്നില്ല, എന്നാൽ പിന്നെ നമ്മുടെ കമ്പനിയിലൊരു ജോലിക്ക് കയറിക്കൂടിയെന്ന്. അപ്പോൾ നന്ദു പറയും, വേണ്ട ആദർശേട്ട, അതൊക്കെ പിന്നീട് പല വിവാദങ്ങൾക്കും കാരണമാകും, അതുകൊണ്ട് വേണ്ടെന്ന്. അതിന് അനിയുള്ള ബ്രാഞ്ചിലേക്കല്ല വിടുന്നത്, എൻ്റെ ബ്രാഞ്ചിലേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. പിന്നെ നയന അസുഖമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവളെയും ഓഫീസിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ചേച്ചിക്കും അനിയത്തിക്കും ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാമല്ലോ എന്ന് പറയും. അതൊന്നും വേണ്ട ആദർശേട്ടാ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നന്ദു പറയും. എങ്കിൽ ശരി, നന്ദുവിൻ്റെ ഇഷ്ടം പോലെ, എന്നാൽ ഞങ്ങൾ നയനെ കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് ആദർശും അനിയും കൂടെ അകത്തേക്ക് പോകും. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്, മോളെ ആദർശ് പറഞ്ഞ പോലെ അവരുടെ കമ്പനിയിൽ ഒരു ജോലിക്ക് കയറിയാലോ എന്ന്. വേണ്ട അച്ഛാ, അത് പിന്നെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുമല്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ കമ്പനി ജോലിക്ക് പോകുന്നില്ലെന്ന്. ആദർശിൻ്റെ കൂടെ അനിയെ കാണുമ്പം നയന പറയും, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുന്നത് വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകില്ലേന്ന്. അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ ഏട്ടത്തിയെ കാണണം തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് നയന പറയും. അതല്ല, അനാമികയുടെ കാര്യം ഒന്ന് ഓർത്തി, അവൾക്ക് അവളുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്നൊന്നും താല്പര്യമില്ലല്ലോ, എനിക്കാണെങ്കിൽ പോലും എൻ്റെ ആദർശേട്ടൻ വേറൊരു സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നെന്നും അവരുമായിട്ട് വീണ്ടും കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം വരില്ലേ, അതുതന്നെയല്ലേ ആ കുട്ടിയും ചെയ്തോളെന്നൊക്കെ പറഞ്ഞ് നയന അനാമിക അങ്ങ് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇനി നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് അനി ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. അപ്പം ആദർശ് പറയും, അവന് നന്നായിട്ട് വിഷമമായിട്ടുണ്ടെന്ന്, അതിനൊക്കെ കാരണക്കാരി നിങ്ങളല്ലേ, നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ നേരത്തെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവരിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ, അതുകൊണ്ട് അവൻ്റെ ജീവിതം എങ്ങനെയാണോ നന്നായിട്ട് പോകാൻ പറ്റുന്നത് അതുപോലെ നമുക്ക്
അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം എന്നൊക്കെ നയനയും പറയും. നയനയുടെ റൂമിൽ നിന്ന് അനി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നന്ദു ഓപ്പോസിറ്റ് നടന്നു വരുന്നത്. നന്ദുവിനെ കാണുന്ന ഉടനെ അനി മിണ്ടാതാണേലും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നന്ദുവിനും ഒരു സ്നേഹത്തിൻ്റേതായ ഒരു നോട്ടമൊക്കെ നോക്കി പരസ്പരം അടുത്ത് വരുന്ന സമയത്ത് നന്ദു ചോദിക്കും അനിക്ക് ചായ എടുക്കട്ടെ എന്ന്. വേണ്ടെന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ട് പോകുന്നെങ്കിലും കുറച്ചങ്ങോട്ട് പോയിട്ട് രണ്ടുപേരും തിരിഞ്ഞ് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.